PS-ന്റെ പ്രധാനപ്പെട്ട 1923 ഒക്ടോബർ 20-നാണ് VS അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കർ അച്യുതാനന്ദൻ ജനിച്ചത്. ഇന്ന് മറ്റൊരു 2023 ഒക്ടോബർ 20-ആണ്. ഇന്ന് 100 വയസ്സ് ആ വലിയ മനുഷ്യന് തികയുകയാണ്. 1939 അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമാണ്. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നു. 1946 പുന്നപ്ര വയലാർ സമര നേതാവായി VS അച്യുതാനന്ദൻ മാറുന്നു. ഇന്നും പുന്നപ്ര നമുക്കറിയാം CPM അണികൾക്കിടയിൽ നേതാക്കൾക്കിടയിൽ എത്രത്തോളം വൈകാരികമായ വിഷയമാണ് എന്നുള്ളത്. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി VS അച്യുതാനന്ദൻ മാറുകയാണ്. പാർട്ടിയിൽ അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് ചരിത്രത്തിലേക്ക് പോയാൽ 1954 സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയാണ് അദ്ദേഹം. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായത് 1954 എന്ന് ഓർക്കണം. 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി VS അച്യുതാനന്ദൻ മാറുന്നു. ആലപ്പുഴയൊക്കെ ഈ സമര പോരാട്ടങ്ങളുടെ ഒരുപാട് ചരിത്രം പറയുന്ന ജില്ലയാണ്. ഇന്നും പുന്നപ്രയിലും വയലാറിലും എത്തിയാൽ പാർട്ടി അണികൾക്ക് നേതാക്കൾക്ക് എത്രത്തോളം വൈകാരികമായി. അതെ, കാര്യം ആലോചിക്കണം. ഈ 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്താണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അന്ന് ലോകത്ത് ആദ്യമാണെന്നൊക്കെ ചില തർക്കങ്ങൾ ഇപ്പോഴും ഉണ്ടെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്തായാലും കേരളത്തിൽ EMS നേതൃത്വത്തിൽ ബാറ്റിലൂടെ അധികാരത്തിൽ വരുന്നു. അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ ജയിപ്പിച്ചു നൽകിയ ജില്ല ആലപ്പുഴ ജില്ലയായിരുന്നു. ഇന്ന് ആലപ്പുഴയിൽ 12 സീറ്റ്. അന്ന് മുറിഞ്ഞു 12 ജില്ലയൊന്നും മുറിഞ്ഞു പോയിട്ടില്ല. ആ വിശാലമായ ആലപ്പുഴ ജില്ലയാണ് അന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ജയിപ്പിച്ചു നൽകി ഈ സർക്കാരിന്റെ ബാക്ക് ബോണായി യഥാർത്ഥത്തിൽ നിന്നത്. അന്ന് അതിനെ നയിച്ച ആൾ VS ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് VS അച്യുതാനന്ദൻ ഉണ്ട് എന്നുള്ളതാണ്, VS അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യയുടെ സ്റ്റോറിയിൽ CK സദാശിവൻ MLA VS-ന്റെ വലങ്കൈയായിരുന്ന CK സദാശിവൻ MLA VS-നെ കുറിച്ച് ഓർക്കുന്നു. അതിനപ്പുറം അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ചതിലും ഈ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചതും അവിടെ അങ്ങനെ CITU എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതും അതിന് വലിയ പങ്ക് അദ്ദേഹം KSKTയിലൂടെ വലിയ പങ്ക് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ആലപ്പുഴയാണ് VS-നെ വളർത്തിയത്. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം CPM കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്ന 1964-ലാണ്. 1980-ലും 91-ലും ഇടയ്ക്ക് അദ്ദേഹം 3 തവണ സംസ്ഥാന സെക്രട്ടറിയായി ഉയരുകയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ തൊഴിലാളികളെ വളർത്തി തൊഴിലാളികൾക്കൊപ്പം ഉയർന്നു വന്ന നേതാവ് അങ്ങനെ CPM-ന്റെ ഏറ്റവും ഔന്നത്യമുള്ള പദവിയിലേക്ക് എത്തുകയാണ് VS. കിരൺ 80 മുതൽ 91 വരെ 3 തവണ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു VS. ആ കാലഘട്ടം എന്ന് ഓർത്തെടുത്താൽ സംസ്ഥാന സെക്രട്ടറി സമയത്തും പാർട്ടിയിൽ അദ്ദേഹത്തിന് തിരുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം സദാ വ്യാപൃതനായിരുന്നു. യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് VS-നെ സംബന്ധിച്ചിടത്തോളം VS തുടർച്ചയായിരുന്നു PS-ന്റെ ഒരു പൂർണ്ണ നിയന്ത്രണം. യഥാർത്ഥത്തിൽ അന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന VS-ന്റെ നേരത്തെ ഉണ്ടായിരുന്ന VS-നും ഒക്കെ തമ്മിൽ ആളുകളുടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്തായാലും വ്യത്യാസം വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസമായിരിക്കില്ല. ആളുകൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്ന രീതി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വലിയ കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. അദ്ദേഹം ഈ സ്വന്തം അണികളെ ആവേശഭരിതരാക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം അണികൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. പാർട്ടി നിലപാടുകൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്നു. അങ്ങനെ ഒരു പോളിഷ്ഡ് ലാംഗ്വേജ് അല്ല VS ഉപയോഗിച്ചത്, തുടക്കം മുതലേ ഉപയോഗിച്ചത്. VS-ന്റെ വാക്കുകൾ പിന്നീടാണ് ആ വാക്കുകളിനപ്പുറം ആദ്യഘട്ടത്തിലൊക്കെ വരും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ നെൽവയൽ സംരക്ഷണ അങ്ങനെ ഒരു കേരളത്തിൽ ഇപ്പോഴാണ് ഈ പ്രളയമൊക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ പ്രകൃതി സംരക്ഷിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരികയും നമ്മുടെ തോടും പുഴയും എല്ലാം സംരക്ഷിക്കേണ്ടതാണ്. അന്ന് മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ചത് വെട്ടിനിരത്തൽ സമരം എന്നാണ്. അന്ന് VS പറയുന്ന ആദ്യം ഇത് 81-ലാണ് ആദ്യം ഇത് VS ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് KSKTയുടെ നേതൃത്വത്തിൽ ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഇതിന്റെ ടൗൺ യൂണിയൻ ആയിരുന്നു. അതാണ് പിന്നീട് KSKTയുമായ ഒരു CPM-ആയി മാറി കഴിഞ്ഞ ശേഷം ആ KSKT നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു എല്ലാ നെൽവയലുകളും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വരുന്നു. പിന്നെ രണ്ടാം തവണ ഈ സമരം വരുന്ന സമയത്താണ് ചില സ്ഥലങ്ങളിൽ ഈ നെൽവയലുകൾ നികത്തി അവിടെ വാഴയും തെങ്ങും ഒക്കെ വെച്ച സ്ഥലത്ത് അത് പിഴുതു കളയുക, അല്ലെങ്കിൽ അവിടെ കൊടി നാട്ടുകാർക്ക് സമരത്തിലേക്കൊക്കെ വന്നത്. ആ സമയത്ത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഒക്കെ VS-നെ വിശേഷിപ്പിച്ചത് VS ഒരു വികസന വിരുദ്ധനായ മനുഷ്യനാണ്, VS ഈ തരത്തിലേക്ക് വെട്ടി നിരത്തുകയാണ്, എങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള കർഷകരുടെ അവകാശത്തെയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയാണ്. അത്തരം ഒരു പ്രതിച്ഛായയായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതേ മനുഷ്യർ തന്നെയാണ് തിരുത്തിയത്. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു കേരളത്തിന്റെ പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച്, കേരളത്തിലെ തണ്ണീർത്തടങ്ങളും വയലുകളും എല്ലാം സംരക്ഷിക്കേണ്ട ആവശ്യം. തുടങ്ങി വെച്ച പോരാട്ടം നമുക്കറിയാം, നിരവധി ആളുകൾ ഏറ്റെടുത്തു എങ്കിൽ പോലും
അത് എങ്ങും എത്തിയില്ല. പാർട്ടിക്കാർ തന്നെ നിലനിൽക്കുന്നതും അതിന് ഈ പറഞ്ഞതുപോലെ ഒത്താശ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. VSന്റെ പോരാട്ടം അത്തരത്തിൽ അങ്ങനെ പരാജയപ്പെട്ടൊരു പോരാട്ടമായിരുന്നു. നെൽവയലുകളൊക്കെ എത്ര കുറഞ്ഞു പിന്നീട് കേരളത്തിൽ. അതിന് തിക്തഫലങ്ങൾ ഇന്നും ജനം അനുഭവിക്കുന്നു. തിരുവനന്തപുരത്തടക്കം നമ്മളൊരു മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പോൾ ഒരു പക്ഷേ പൂർണ്ണമായും പരാജയപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. VS സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് അതിനൊരു നിയമം കൊണ്ടുവരാനും ഇപ്പോൾ ഈ നിലയിലേക്കെങ്കിലും മാറ്റം വരുത്താൻ അനിയന്ത്രിതമായി ഒരു നമ്മുടെ കേരളീയ സമൂഹം ഒരിക്കലും വയലുകൾ ഉണ്ടെങ്കിൽ അത് നികത്തേണ്ടതാണ്, കൃഷി നഷ്ടമാണ്, അതുകൊണ്ട് നികത്തേണ്ടതാണ്, നികത്തി വീട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റ് നികത്തി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയോ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ പണിയോ ഒക്കെ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വ്യാപകമായിട്ട് നമ്മുടെയൊക്കെ അടക്കം ചെറുപ്പത്തിലടക്കം നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന നമ്മൾ കണ്ട നിലങ്ങളൊന്നും പിന്നീടില്ല. അങ്ങനെ എത്രയോ പേർ ഈ തലമുറയ്ക്ക് പോലും അറിയാം. ഇതിന് മുമ്പിൽ തലമുറയെ കാണാൻ ഇതിന് എത്രയോ കൂടുതലായിരുന്നു. അതെല്ലാം അതിന് ഒരു പരിധി വരെ നിയന്ത്രണം ഏർപ്പെടുത്താനും കേരളത്തിലെ ഈ തണ്ണീർത്തടങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ വലിയൊരു പങ്കുണ്ട് അല്ലെ കിരൺ? നമുക്ക് കേസിന്റെ മറ്റൊരു ചരിത്രം, അതായത് 1986-ലും 2009-ലും ഒക്കെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു VS അച്യുതാനന്ദൻ. ആ സമയത്തൊക്കെ പിണറായി VS പോരാട്ടമൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ വിരുന്നായിരുന്നു, വലിയ വാർത്തയായിരുന്നു. പരസ്പരം പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ പോളിറ്റ് ബ്യൂറോയിൽ രണ്ടുപേരും പുറത്താകുന്ന നടപടി പോലും സ്വീകരിച്ച കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു അത്. 98-ൽ 2001-ൽ അദ്ദേഹം LDF കൺവീനറായി. ഈ വിവിധ പാർട്ടികളെ ഏകോപിപ്പിക്കാൻ LDF-ൽ അദ്ദേഹം വളരെ പ്രാഗൽഭ്യത്തോടെ അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു. 2006-ലാണ് അദ്ദേഹം കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. 2006-2011 സംഭവ ബഹുലമായ VSന്റെ കാലഘട്ടമായിരുന്നു. പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ ഒരുപാട് VSന് മേൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് പോലും VSൽ നിന്ന് മാറ്റി കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. 2014 അദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്തു. 2006-2011 കിരൺ വളരെ പ്രധാനപ്പെട്ട കാലമാണ്. VS മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കടുത്ത നിയന്ത്രണം, പാർട്ടിയുടെ വലിയ നിയന്ത്രണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിവിധ തലങ്ങളിൽ പ്രയാസപ്പെടുന്നു. രഞ്ജിത്ത്, അത് VS മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ VS മുഖ്യമന്ത്രി ആവണമെന്ന് അന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ VSനും അങ്ങനെ ആഗ്രഹം ഉണ്ടാവാമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ VS മുഖ്യമന്ത്രി ആവണമെന്നൊരു ആഗ്രഹം എന്തായാലും അത് പാർട്ടി ഭേദമന്യേ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. VS എന്ന് പറയുന്ന വ്യക്തി അന്ന് ആദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവേണ്ടതോ വരുന്നത്. അതായത് പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കും, പാർട്ടി തോൽക്കുമ്പോൾ VS ജയിക്കും. 91 മുതലുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ VSന് സംഭവിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നത് 2006 അല്ല. അത് തന്നെയാണ് ഈ തോന്നുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ കൂടി നമുക്ക് അറിയുന്നുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നത് അതിന്റെ തൊട്ടടുത്ത കാർഡിൽ അത് നമുക്ക് ആ കാർഡിലേക്ക് പോകണം. അതായത് വളരെ പ്രധാനമാണത്. പ്രതിപക്ഷ നേതാവിന്റെ കാലയളവ് കഴിഞ്ഞാൽ അടുത്തത് അമ്പലപ്പുഴയിലെ തോൽവി അടക്കം, അതിനുശേഷം അമ്പലപ്പുഴ ജയം, 1900 തോൽവിയും, നേരത്തെ കിരൺ പറഞ്ഞ തോൽവിയും ജയവും അറിഞ്ഞ നേതാവ് കൂടിയാണ് VS എന്നുള്ളതാണ്. വിവിധ തോൽവിയുടെ കയ്പ് നീരറിഞ്ഞു, അതിനെയും പോരാട്ട വീര്യമാക്കിയെടുത്ത നേതാവാണ്. 1965-ൽ അമ്പലപ്പുഴയിൽ തോറ്റുകൊണ്ടാണ് VS ഈ പറഞ്ഞതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് അംഗത്തിലടക്കം ആരംഭിക്കുന്നത്. 1967-ൽ അമ്പലപ്പുഴയിൽ അദ്ദേഹം ജയിക്കുന്നു. അമ്പലപ്പുഴ അദ്ദേഹത്തെ മാറോട് ചേർക്കുന്നു. 1970-ലും ജയിക്കുന്നു. 77-ൽ അമ്പലപ്പുഴയിൽ വീണ്ടും തോൽക്കുകയാണ് VS. 77-ലെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ VS വീണ്ടും തോൽക്കുന്നു. 91-ആണ് VSന്റെ ഭാഗധേയം നിർണയിച്ച ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ അപ്രതീക്ഷിതമായി 1500-ൽ പരം വോട്ടുകൾക്ക് അപ്രസക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് VS തോൽക്കുകയാണ്. മാരാരിക്കുളം തെരഞ്ഞെടുപ്പൊക്കെ CPM രാഷ്ട്രീയത്തിന്റെ ആലപ്പുഴയുടെ ചരിത്രമാണ്. 96-ൽ മാരാരിക്കുളം 91-ൽ മാരാരിക്കുളം ജയിക്കുന്നു. 96-ൽ മാരാരിക്കുളത്ത് VS വലിയ തോൽവി ഏറ്റുവാങ്ങുന്നു. പിന്നീട് മലമ്പുഴയിൽ അദ്ദേഹം 1, 2, 3, 4 തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയാണ്. പക്ഷേ മാരാരിക്കുളം വിട്ട് VSനെ പറയുമ്പോൾ മാറ്റി നിർത്താനാവില്ല. മാരാരിക്കുളം മണ്ഡലത്തിലെ ജയവും തോൽവിയും കിരൺ. രഞ്ജിത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും. പണ്ട് VSനെ കുറിച്ച് പറയുന്നത് VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും, പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കും എന്നുള്ളതാണ്. അതിനൊക്കെ ശേഷമാണ് VS ഒരുപാട് കാലം കഴിഞ്ഞ് 91-ൽ ആണ് യഥാർത്ഥത്തിൽ VS ആദ്യം മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അന്ന് VS പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ന് നയനാർ മന്ത്രിസഭയിൽ നിൽക്കുകയാണ്. നയനാർ മന്ത്രിസഭ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ആ മന്ത്രിസഭയുടെ അവസാന വർഷം വരുമ്പോഴാണ് ഈ ജില്ലാ കൗൺസിൽ അന്ന് ആദ്യമായി കേരളത്തിൽ രൂപീകരിക്കുന്നു. ജില്ലാ കൗൺസിൽ രൂപീകരിക്കുകയും ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ 13 ജില്ലാ കൗൺസിലുകളും നേടിക്കൊണ്ട് ഇടതുമുന്നണി വമ്പിച്ച വിജയം നേടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വിജയം നേടിയതിന് ശേഷം ആ വിജയത്തിന്റെ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ
വി എസിന് അന്ന് നമ്മൾ ആലോചിക്കണം, ആദ്യം വി എസിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന EMSന്റെ ഒക്കെ ഒരു ആശീർവാദത്തോടു കൂടിയാണ്. പക്ഷേ പിന്നീട് EMSും വി എസും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്തുണ്ടായെങ്കിലും വി എസ് അന്ന് ഒരു പാർട്ടിയുടെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. പാർട്ടി രംഗത്തുണ്ടായിരുന്നവർ ഭരണരംഗത്തേക്കും ഭരണരംഗത്തുണ്ടായിരുന്നവർ പാർട്ടി രംഗത്തേക്കും മാറണം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു. നയനാർ എന്ന മുഖ്യമന്ത്രിയായ നയനാർ ആ തീരുമാനം ഒരു തരത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ നയനാർ അന്നൊരു വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാം, പക്ഷേ അത് ഒരു സമ്മേളനത്തിലൂടെ മാത്രമേ പാർട്ടി സെക്രട്ടറി സ്ഥാനം വരാവുള്ളൂ. അതിനുശേഷമാണ് പൊടുന്നനെ ഈ കാലാവധി പൂർത്തിയാക്കാതെ, ബംഗാളിലൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ സർക്കാർ നന്നായിരിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ മരണത്തോടുകൂടി ഇന്ത്യ ആകെ വീശിയടിച്ചൊരു വലിയ സഹതാപ തരംഗം ഉണ്ടാകുന്നു. ആ സഹതാപ തരംഗത്തിൽ കേരളത്തിൽ UDFും വലിയൊരു വിജയത്തിലേക്ക് വരുന്നു. VS ജയിക്കുകയും LDF തോൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. സ്വാഭാവികമായും VSന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നു. അന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് നയനാർ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നത്. അതിന് ഒരു വർഷത്തിന് ശേഷമാണ് പാർട്ടി സമ്മേളനം നടക്കുകയും പാർട്ടി സമ്മേളനത്തിൽ നയനാർ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുകയും VS അതിനുശേഷമുള്ള പ്രതിപക്ഷ നേതൃത്വം അവിടെ മുതലാണ് 92 മുതലാണ് VSന്റെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്കുള്ള VSന്റെ യാത്ര തുടങ്ങുന്നത്. പക്ഷേ VS, എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തലിലെ VS അന്ന് തുടങ്ങിയ പ്രതിപക്ഷ നേതാവാണ്. VS ഈ ഇപ്പോൾ അവസാനം ഒരു 4 വർഷം ഒഴിച്ചാൽ അതിനു മുമ്പുള്ള കാലത്ത് മുഴുവൻ VS പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു.